എൻ്റെ കൂടെ 2 പേരുണ്ട് കേട്ടോ. ഞാനൊരു ഫേസ് പാക്ക് ഇടാന്ന് പറഞ്ഞപ്പോൾ അവർക്കും കൂടെ, ഇവനും ഫേസ് പാക്ക് ഇടണം തോന്നുന്നു, അവർക്കും കൂടെ ഫേസ് പാക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ 2 കുട്ടിപ്പട്ടാളകളുണ്ട്. അപ്പോൾ ഇവരെ നമുക്കൊന്ന് ഫേസ് പാക്ക് ഇട്ട് സെറ്റാക്കി കൊടുക്കാം. ഇവനാണ് കേട്ടോ ബാക്കിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ പോയി? അത് അവിടെ ബാക്ക് കാണുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സെറ്റായിട്ട് വരാം. ഈ ഫേസ് പാക്ക് എനിക്കൊന്ന് മുന്നേ ഞാൻ ചെയ്തതാണ്. 2 വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഉണ്ട്, പിന്നെ മുൾട്ടാനി മിട്ടി ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കളിക്കൊക്കെ ചെയ്തിട്ട് അയ്യോ മുൾട്ടാനി മിട്ടി ആകെ ഷോക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുൾട്ടാനി മിട്ടി ഇതിലോട്ട് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് കൂടുതൽ എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ഇവർക്ക് എല്ലാവർക്കും കൂടി ചെയ്യേണ്ടതല്ലേ. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായാൽ നല്ലതല്ലേന്ന് വിചാരിച്ചു. പിന്നെ ഇത് റോസ് വാട്ടർ ഉണ്ട് കേട്ടോ. റോസ് വാട്ടർ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ടോപ്പ് ഫോമിൻ്റെയാണ് എടുത്തത്. റോസ് വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് പൊട്ടിക്കണം. ഇത് നമുക്കൊരു നീഡിലോ എന്തെങ്കിലും വെച്ച് കുത്തിയാൽ ഇത് പൊട്ടും. ഈവൻ കൈ കൊണ്ടാണെങ്കിലും ഇത് പൊട്ടും. ഇതാ ഇതിൻ്റെ ഈ ഒരു ലിക്വിഡില്ലേ, അത് നമ്മൾ ഇതിലോട്ടാക്കാം. നെക്സ്റ്റ് നമുക്ക് കുറേ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. നിങ്ങൾ നോർമലി ഒരു സിംഗിൾ ഫേസിന് ചെയ്യാനാണെങ്കിൽ 2 ആവശ്യമില്ല. ജസ്റ്റ് 1 എടുത്താൽ മതി കേട്ടോ. അത് എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട് പൊട്ടിച്ചിട്ട്. ഞാൻ പെട്ടെന്ന് ടപ്പേന്ന് ചെയ്യുന്ന വീഡിയോ ആണ്, അതുകൊണ്ട് വലിയൊരു സെറ്റപ്പിലൊന്നുള്ളൊരു വീഡിയോ ആയിരിക്കില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ഇതിൻ്റെ ജെല്ലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് അത് ജസ്റ്റ് കൈ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി ഇവന്മാരുടെ മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇവന്മാരുടെ പരാതിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. ഫേസ് പാക്ക് ഒന്നും ഇട്ട് തരുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്ത് തരുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഈ ഒരു ഫോമിലായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോരുത്തന്മാരുടെ മുഖത്ത് ചാർത്താം. അപ്പോൾ ഫസ്റ്റ് വന്നത് ആരാണ് കേട്ടോ? ആശയാണ് കേട്ടോ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി വന്നത്. ബാക്കിൽ കണ്ടോ നമ്മുടെ പിന്നെ ഷേഖ് കണ്ടോ തിരിഞ്ഞിരിക്കുന്നത്. അവന് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു നമ്മളൊക്കെ ഇവിടുന്ന് ഫേസ് പാക്കൊക്കെ ഇടുന്നത്. അപ്പോൾ അവരുടെ ബാക്കൊക്കെ കാണിച്ചാൽ നിൽക്കുന്നത്. നേരത്തെ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൂടെ കരഞ്ഞതും അവനാണ് കേട്ടോ. അപ്പോൾ ആശയുടെ ഈ ഒരു മുള്ളു പോലത്തെ മുടി കാരണം എനിക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ താഴോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് അവർക്ക് സെറ്റായ ഒരു ബാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു മുടിയൊന്നും ബാൻഡ് ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇവർക്ക് കുട്ടികളായതുകൊണ്ട് കണീൻ്റെ സൈഡും ആ ഒരു മറ്റേ ലിപ്പിൻ്റെ സൈഡും അവിടെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം വല്ല എരിച്ചലോ പുകച്ചലോ വന്നാൽ എന്നെ ഇട്ട് ചാമ്പുമെന്ന് എനിക്കറിയാം. പിന്നെ ഇവരൊന്നും പണ്ട് എനിക്ക് ഇതിനൊന്നും നിന്നിരുത്തുണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. ഞാൻ ഒരു പ്രാവശ്യം വെറുതെ പറഞ്ഞു കേട്ടോ, വൈകുന്നേരം നമുക്കൊരു ഫേസ് പാക്ക് വീഡിയോ ചെയ്താലും. അപ്പോഴേക്ക് വീഡിയോ ചെയ്യാം എന്നിട്ട് എൻ്റെ കൂടെ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിൽക്കട്ടെ, ഇവരുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മുഖത്ത് മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സെറ്റായിട്ട് നിന്നേരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ഫേസ് പാക്ക് ഇട്ട് കഴിയുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ വെളുത്ത് പാറും അങ്ങനെയൊക്കെ വിചാരം ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നല്ല കോമഡി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. അടുത്തത് നേരെ ഞാൻ നെല്ലുവിൽ പിടിച്ചു. നെല്ലു അതുപോലെ തന്നെ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ സംസാരിക്കുന്നുണ്ടായിരുന്നു. രാശി ഇപ്പം മാറി നിന്നിട്ട് ഞാൻ നെല്ലുവിന് ചെയ്ത് കൊടുക്കുന്നതിന് കുറേ കൗണ്ടറൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ ചിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ ഇത് വലിക്കരുത്, അതായത് സംസാരിക്കരുത്, മുഖം കൊണ്ട് ഒരു ആക്ഷൻസ് ഒന്നും എടുക്കരുത്. അപ്പം നമ്മൾ സ്കിന്ന് ചുളിഞ്ഞു പോകും, നമ്മൾ വയസ്സന്മാരായി പോകുന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് ചെയ്തൊരു ഫേസ് പാക്ക് വീഡിയോ അല്ലോ കേട്ടോ. നിങ്ങൾ ഈ ഫേസ് പാക്ക് നിങ്ങൾ പരീക്ഷിക്കേണ്ടത്. ഇത് എൻ്റെ ഒരു ഈവനിങ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. അത് ഞാനൊരു ഫേസ് പാക്ക് ഇടുന്ന വീഡിയോ സെലക്ട് ചെയ്തതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഞാനും ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടി ഇട്ടു. അതിനിടയിൽ എൻ്റെ ചേച്ചിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ വീഡിയോയിൽ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 4 പേർക്കും കൂടിയാണ് ഞാനത് ചെയ്തത്. ഇതങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ ആ ഫേസ് പാക്ക് ഇടാം, എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള 2-3 സാധനങ്ങൾ വെച്ചിട്ട് ഞാനങ്ങ് എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ പിള്ളേരും പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിള്ളേർ കളിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം ഇത് ഡ്രൈ ആകുന്ന സമയം വരെ നിങ്ങൾക്ക് കളിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നെല്ലിൻ്റെയും ഫിനിഷ് ആയിട്ടുണ്ട്. ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു മുന്നേ ഫേസ് പാക്കൊന്നും ഇട്ടിട്ടില്ല ഇവർ. പിന്നെ കുട്ടികളായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ടാബ്ലറ്റും റോസ് വാട്ടറും മുൾട്ടാനി മിട്ടിയുടെ പൗഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ കെമിക്കൽസൊന്നും അങ്ങനെ ചെയ്യേണ്ട. ഞാനിത് കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല ആരോടും ഞാനങ്ങനെ പറയുന്നില്ല. എൻ്റെ ഒരു ഈവനിങ് രസം ഞാനിവിടെ കാണിച്ചെന്നേ ഉള്ളൂ വീഡിയോ ആയിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനും കൂടി കുറച്ചും കൂടെ എടുത്തിട്ട് ഇടാൻ തുടങ്ങി. എൻ്റെ മുഖത്ത് ഞാനും ക്യാമറയിൽ തന്നെ നോക്കിയാണ് ഇട്ടത്, മിററിലൊന്നും പോയില്ല. അവിടെ നിന്ന് തന്നെ ഞാൻ മുറ്റത്തു നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ യാശി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫേസ് പാക്ക് ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വരുന്ന ആൾക്കാർ മേടിച്ചു കൊല്ലും. ഒരു കുടുംബം മൊത്തം വെളുപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ എല്ലാം ഡ്രൈ ആയി സെറ്റായിട്ടുണ്ട്. നമുക്കിത് കഴുകിയിട്ട് ഓരോരുത്തരായിട്ട് പോയി കഴുകിയിട്ട് വരും.
പിന്നെ ഇത് ഞങ്ങൾ കഴുകാൻ പോയിട്ടോ 3 പേര് ഞങ്ങൾ വീട്ടിലെ മുറ്റത്ത് പൈപ്പിൻ്റെ ചോട്ടിൽ നിന്നാണ് കഴുകിയത്. കഴുകും തോറും എനിക്ക് ഇവരുടെ മുഖത്തൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടു. അതായത് കഴുകിയിട്ട് എന്താണെന്നോ വാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും പോകുന്നത്. ഫസ്റ്റ് നെല്ല് കഴുകി, പിന്നെ ഇത് യാഷിയാണ് കഴുകുന്നത്. നല്ലോണം ഡ്രൈ. പിന്നെ ഇതിൻ്റെ സ്മെല്ല് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മുൾട്ടാണി മിട്ടിയുടെ. എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇവർ തമ്മിലുള്ളൊരു ഇത്. കാരണം ഫസ്റ്റ് ഡേ വന്ന് ഫേസ് പാക്ക് ഇടുന്നത് അതിൻ്റെ ഒരു ഇത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടു നോക്കി ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയുള്ള രീതി. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും മൊത്തമായിട്ട് കഴുകിയെടുത്തു. അതിന് ശേഷം പിന്നെ ഞാനാണ് കഴുകിയത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു ടാബ്ലറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഓയിലി ഫീൽ ഉണ്ടായിരുന്നു മുഖത്ത്. ഇവരുടെയൊക്കെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. പിന്നെ ഈ ഒരു വെക്കേഷൻ ടൈമല്ലേ, മണ്ണെന്നൊക്കെ കളിച്ച് പണ്ടാരടങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര തേച്ചാലും വെളുക്കൂല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴുകി സെറ്റായിട്ടോ. പിന്നെ ഞങ്ങളൊരു വീഡിയോയും കൂടെ എടുത്ത് നേരെ കുളിക്കാൻ പോയി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബൈ ബൈ.